ബലാത്സംഗ കേസിൽ ഒളിവിൽ കഴിയുന്ന നടൻ സിദ്ദിഖിനെ പിടികൂടാനാവാത്തത് കേരള പോലീസിന് നാണക്കേടാവുകയാണ്. സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാനായി ആലുവയിൽ തമ്പടിച്ചിരുന്ന പ്രത്യേക അന്വേഷണ സംഘത്തെ തിരുവനന്തപുരത്തേക്ക് തിരികെ വിളിപ്പിച്ചു. സുപ്രീം കോടതി വിധി വന്ന ശേഷം നടപടിയിലേക്ക് നീങ്ങാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അതേസമയം സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യ ഹർജി സുപ്രീം കോടതി തിങ്കളാഴ്ച പരിഗണിച്ചേക്കും. മുൻകൂർ ജാമ്യാപേക്ഷ നിഷേധിച്ച് 5 ദിവസം കഴിഞ്ഞിട്ടും സിദ്ദിഖിനെ പിടികൂടാത്തതിൽ രൂക്ഷമായ വിമർശനമാണ് കേരള പോലീസിനെതിരെ ഉയരുന്നത്. ഇതിനിടയിലാണ് സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിലെത്തിയ സംഘത്തെ SIT തിരിച്ചു വിളിച്ചത്. തൽക്കാലം അറസ്റ്റ് വേണ്ട, സുപ്രീംകോടതിയുടെ വിധി കൂടി വന്നതിന് ശേഷം മതി അറസ്റ്റ് എന്നൊരു നിലപാടാണ് ഇപ്പോൾ അന്വേഷണ സംഘം എടുത്തിരിക്കുന്നത്. ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പ്രധാനമായും പറയുന്നത് തനിക്കെതിരെ നടക്കുന്നത് ഗൂഢാലോചനയാണ്, താരസംഘടനയായ AMMAയുടെയും WCCയുടെയും ഇരയാണ്, ഇവരുടെ തമ്മിലുള്ള തർക്കത്തിന്റെ ഇരയാണ് താനെന്നും സിദ്ദിഖ് സുപ്രീംകോടതിയിൽ നൽകിയ ഹർജിയിൽ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പോലീസിനെതിരെ വിമർശനമായി ഉന്നയിക്കുന്നത് ഈ ചൊവ്വാഴ്ചയാണ് ഹൈക്കോടതിയിൽ നിന്നും സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യം തള്ളിക്കൊണ്ട് കോടതി ഉത്തരവിട്ടത്. ഇത്രയും ദിവസം എന്തിന് കാത്തിരിക്കണം? അതായത് സുപ്രീം കോടതിയിലേക്ക് വരെ സിദ്ദിഖിന് പോകുന്നതിനുള്ള ഒരു സാവകാശം അതെന്തിനാണ് അന്വേഷണ സംഘം കൊടുത്തതെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എന്തായാലും സിദ്ദിഖിന്റെ ഹർജി സുപ്രീം കോടതി തിങ്കളാഴ്ചയായിരിക്കും പരിഗണിക്കുക. തിങ്കളാഴ്ച അല്ലെങ്കിൽ വീണ്ടും നീളുകയാണെങ്കിൽ സിദ്ദിഖിന്റെ അറസ്റ്റ് നീളാൻ തന്നെയാണ് സാധ്യത. അതേസമയം സിദ്ദിഖ് ഇപ്പോഴും ഒളിവിലാണെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. കഴിഞ്ഞ ദിവസം 11 മണിക്ക് സിദ്ദിഖിന്റെ ഫോൺ സ്വിച്ച് ഓൺ ആയി. ഏകദേശം അരമണിക്കൂറോളം ആ ഫോൺ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എങ്കിൽ പോലും ഏതാണ് അതിന്റെ ടവർ ലൊക്കേഷൻ എന്ന് കണ്ടുപിടിക്കാൻ പോലും അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല. എന്തായാലും ഇത്രയും പ്രസിദ്ധനായിട്ടുള്ള ഒരു സിനിമാ നടനെ പിടികൂടാത്തത് എന്താണെന്നുള്ളൊരു ചോദ്യമാണ്. അതിന് മാത്രം എന്തുകൊണ്ടാണ് അന്വേഷണ സംഘം അല്ലെങ്കിൽ കേരള പോലീസ് സിദ്ദിഖിനെ സംരക്ഷിക്കുന്നത് എന്നൊരു ചോദ്യം കൂടി ഇവിടെ പ്രധാനമായും ഉയരുന്നുണ്ട്. സിദ്ദിഖ് കേരളം വിട്ടിട്ടില്ല എന്നുള്ളൊരു വിവരം കൂടി ലഭ്യമാകുന്നുണ്ട്. പക്ഷേ ഇത് സ്ഥിരീകരിക്കാത്ത വിവരങ്ങളാണ്. ഈ ജാമ്യ ഹർജി തള്ളുന്നതിന്റെ പുലർച്ചെ വരെ സിദ്ദിഖ് ആലുവയിലെ വീട്ടിലുണ്ടായിരുന്നു. പക്ഷെ പിന്നീടാണ് സിദ്ദിഖിനെ കാണാനില്ല എന്നൊരു വാർത്ത കൂടി പുറത്തുവരുന്നത്. അന്വേഷണ സംഘം എന്തായാലും തൽക്കാലം ഈ അന്വേഷണം തുടരുന്നില്ല. സുപ്രീംകോടതിയുടെ വിധി കൂടി വന്നതിന് ശേഷം മതി തുടർ നടപടികൾ എന്നൊരു തീരുമാനത്തിലാണ് എത്തി നിൽക്കുന്നത്.